ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിൽ കണ്ടിട്ടുണ്ടോ? ഓട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരി കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫാക്ടറിയിലാണ്. സുഗന്ധപൂരിതമായ ഒരു ഫാക്ടറി എന്ന് തന്നെ പറയാം. കൊച്ചിയിലെ IRS പെർഫ്യൂം ഫാക്ടറിയിലാണ്. ഇത്തവണത്തെ ഡാൻസ് സ്റ്റോറിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് IRS പെർഫ്യൂം ഫാക്ടറിയുടെ അകത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ സീനിയർ സ്റ്റാഫായ ശർമിള ചേച്ചിയുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, സുഖം? ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് 9 years ആണ്. 9 years. പെർഫ്യൂമിനെ കുറിച്ചൊക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചാണോ അതോ? ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത്. ഇപ്പം എക്സ്പേർട്ട് ആണ് അത്യാവശ്യം. ഒരു സ്മെല്ല് കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്നൊക്കെ പറയാൻ പറ്റും? ചെറുതായി അത്യാവശ്യം. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞുതരാം അതിനെ കുറിച്ച്. തീർച്ചയായും. ഞാൻ ഫസ്റ്റ് നമ്മളുടെ ഇവിടെ നമ്മളൊരു സാധാരണ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർ ചന്ദനത്തിരി ചോദിക്കാറുണ്ട്, പെർഫ്യൂംസ് ചോദിക്കാറുണ്ട്. ചന്ദനത്തിരിയെ കുറിച്ച് ഫസ്റ്റ് ഞാൻ പറയാം. നമ്മുടെ ചന്ദനത്തിരി 1 hour ബേണിംഗ് ആണ്, 1 മണിക്കൂർ ബേൺ ചെയ്യും. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഒരു കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് വെച്ച് ഇതിന്റെ ബേണിംഗ് ടൈം 1 hour എന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇത് നമ്മളിവിടെ മേക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ചന്ദനത്തിരിയാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നാച്ചുറൽ ആണ്. സാൻഡൽവുഡ് പൗഡറും പിന്നെ ഈ കാണുന്ന ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ റോ മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ വൺസ് ഇത് നമ്മളിത് ബേൺ ചെയ്താൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനൊന്നും തന്നെ ഒരു ദോഷം ഉണ്ടാവത്തില്ല. വൈറ്റ് സേജ് ഇതേപോലെയുള്ള ഡിഫറെൻറ്റ് റേസിൻസും ഫ്ലവർ പൗഡേഴ്സും വെർട്ടിവറും ഇങ്ങനെയുള്ള എല്ലാ റോ മെറ്റീരിയൽസും ആണ് ഈ വലിയ ചന്ദനത്തിരിയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ചന്ദനത്തിരി മേക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ആണ്, മിഷൻ മെയ്ഡ് അല്ല. ഇതെല്ലാം ഡിഫറെന്റ് ഫ്രാഗ്രൻസസ് ആണ്. സാൻഡൽവുഡ് പൗഡർ ഇതിപ്പോ വെറുതെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. സാൻഡൽവുഡ്, റോസ് പെറ്റൽസ്, ലോട്ടസ്, ലാവൻഡർ, ജിഗറാൻഡ. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മിക്സ് ഗം പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്ക് ചെയ്യാൻ. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ റേസിൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേക്കിംഗ് ഇതിൽ നമ്മൾ ഗമ്മും റൈസിനും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബേസ്. നമ്മൾ എല്ലാ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇവിടെയുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലാണ്. ഇതിന് 10 feet ഹൈറ്റ് ഉണ്ട്. അതിന്റെ ബോട്ടിൽ കപ്പാസിറ്റി 3600 ലിറ്റർ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഫില്ല് ചെയ്തിരുന്നത് ജാസ്മിൻ ആണ്. നമ്മൾ ടൈം ടു ടൈം ഇത് റീഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു ബോട്ടിലിൻ്റെ ഡെമോ മാത്രമല്ല, ആളിന് അത്യാവശ്യം പെർഫ്യൂമൊക്കെ എന്താ പറയുക നമുക്ക് തരാനായിട്ട് പറ്റും. അതായത് ചെറിയൊരു റിമോട്ട് ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പെർഫ്യൂം തരികയല്ലേ ഇത്? ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പെർഫ്യൂമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണെന്നറിയാം. എന്താണിത് ശരി? ഇവിടെ പെർഫ്യൂംസ് എല്ലാം നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കും. അതെല്ലാം ആൽക്കഹോൾ ഇല്ലാതെ നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം നോർമലി എല്ലാ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും വിതൗട്ട് എനി ആൽക്കഹോൾ. അപ്പം നമ്മൾ എന്താണോ അതിൻ്റെ റോ മെറ്റീരിയൽസ്, ആ പെർഫ്യൂമിൽ എന്താണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇതുപോലെ സാധാരണ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലാണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഫാക്ടറി മൈസൂരാണ്. ഇവിടെ നിന്ന് ഡെമോ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ്. അപ്പം സാധാരണ നമ്മൾ ഫ്ലവേഴ്സോ എന്താണോ അതിനുള്ള റോ മെറ്റീരിയൽസ് അതാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം പെർഫ്യൂം ബോട്ടിൽസ് ആണ്. ഓരോ ബ്രാൻഡ്സിന്റെ പെർഫ്യൂം ബോട്ടിൽസ് ആണ്. കരോലിന ഹെറേറ, അൾട്രാമെയിൽ, അങ്ങനെയുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും നമ്മളിവിടെ മേക്ക് ചെയ്യും, കസ്റ്റമൈസ് ചെയ്യും. ബട്ട് അതെല്ലാം തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ലോങ് ലാസ്റ്റിംഗും ആണ്, എന്താ പറയുക, സ്കിൻ ഫ്രണ്ട്ലിയുമാണ്. ഇത് നമ്മുടെ ചെറിയൊരു ലാബാണ്. ഇവിടെ നമ്മൾ ഫ്രാഗ്രൻസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് കാണുന്നത്.
ഓക്കെ. അതായത് ഒരു കസ്റ്റമർ ഇപ്പോൾ വരികയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അക്വാറ്റിക് ഉണ്ട്, സിട്രസ് ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, ഫ്ലവറി, സ്പൈസി, വുഡി, ഓർട്ടി ആൻഡ് ലെതറി. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ്റഗറിയിലെ ഫ്രാഗ്രൻസ് ആണോ ഇഷ്ടം ആ കാറ്റഗറി നമ്മൾ ആൽക്കഹോൾ ഇല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് തന്നെ കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ പെർഫ്യൂംസ് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഫ്ലവേഴ്സ് ആണല്ലേ? ഇതെല്ലാം ഫ്രാഗ്രൻസസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ഇവിടെ അക്വാറ്റിക്, സിട്രസ്, സാറിന് ഏത് ഫ്രാഗ്രൻസ് ആണോ ഇഷ്ടം അത് നമ്മൾ കസ്റ്റമൈസ്. സാർ ഇത് ജസ്റ്റ് ഒരു ബോട്ടിൽ മാത്രം, ഒരു പെർഫ്യൂം ബോട്ടിൽ മാത്രമാണിത്. ഇതൊരു ബോട്ടിലാണ്. AK-47 ഒക്കെ പിടിച്ചത്. ഓക്കെ. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ കൊച്ചിയൊരു ട്രേഡ് സെന്റർ ആണെന്ന് അറിയാലോ. അപ്പൊ പഴയ കാലത്ത് ബോട്ടിൽ ഇല്ലാതിരുന്ന കാലത്ത് എസെൻഷ്യൽ ഓയിൽസ് ക്യാരി ചെയ്തിരുന്ന ഇങ്ങനെയുള്ള ബോട്ടിൽസിലായിരുന്നു. ഇതെല്ലാം ലെതർ ആണല്ലേ? ലെതർ. കോസ്റ്റ്ലി ആണോ? ചെറുതായിട്ട് ചെറിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. നോർമൽ ബോട്ടിലിനേക്കാൾ ഇച്ചിരി പ്രൈസ് ഡിഫറൻസ്. ഇതും നോർമൽ ബോട്ടിലുമായിട്ടുള്ള വ്യത്യാസം ഇത് താഴെ വീണാം അതല്ല, ഇതിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും വെച്ചാലും താഴെ വീണാൽ പൊട്ടത്തില്ല. പക്ഷെ ബോട്ടിൽ അപ്പൊ ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദം, കൊറിയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതുമല്ല, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങള് ഇപ്പോഴും നമ്മളത് മനസ്സിലായി. ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. നോർമലി ഒരു പെർഫ്യൂം ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അത് ഇൻബിൽഡ് ആയിരിക്കും. ബട്ട് ഇവിടെ ഞാൻ ആ ബോട്ടിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ബോട്ടിൽ സീൽ ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ. ഇതാണ് നമ്മുടെ ബോട്ടിൽസിന്റെ കളക്ഷൻ. ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് പിന്നെ ഇത് എവിടുന്നാ നിങ്ങൾ ഇത് ചെയ്യിച്ചെടുക്കുന്നതാണോ അതോ ഇമ്പോർട്ട് ചെയ്യുന്നതാണോ? ചെയ്യിച്ചെടുക്കുന്നതാണ്. അതിന് വേറെ യൂണിറ്റ് തന്നെ ഉണ്ടോ? അതിന് നമുക്ക് പല സപ്ലയേഴ്സ് പല ഭാഗത്തായിട്ട്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ഇതിന്റെ സപ്ലയേഴ്സ് ഉണ്ട്. അവരിൽ നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെയുള്ള ബോട്ടിൽസ് ആണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പൺ എവിടെ വരുന്നത്? സർ, അത് റീയൂസബിൾ ബോട്ടിലാണ്. സാധാരണ ഒരു പെർഫ്യൂം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് ഇൻബിൽഡ് ആയിരിക്കും. ഇത് സ്പ്രേ അല്ല, ഇങ്ങനെയാണ്. ഇങ്ങനെ. ഇനി ഈ ബോട്ടിൽസിന്റെ പ്രത്യേകത ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് നമ്മൾ ഗിഫ്റ്റിംഗ് പർപ്പസിനാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഒരു വെഡിങ് ആനിവേഴ്സറി, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബോട്ടിൽസിൽ ഇഷ്ടമുള്ള ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ മുഴുവനും ഗിഫ്റ്റിംഗ് ബോട്ടിൽസ് ആണ്. അപ്പൊ അതിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. സാധാരണ ഒരു നോർമൽ പെർഫ്യൂം ബോട്ടിൽ നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ബോട്ടിൽ ഇഷ്ടമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ ഈ ബോട്ടിൽ 100 ml ഉണ്ട്. ഇതിങ്ങനെ പുള്ളി ചെയ്താൽ നമുക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ട്വിസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇതിന് അത്യാവശ്യം ml ഉണ്ട്, അതിൽ ml കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഏതായാലും പെർഫ്യൂംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അത് സൽമ ചേച്ചി പറഞ്ഞു തരും. ഇവിടെ ഒരു നോർമലി കാണുന്ന പോലെ ഒരു മെനു തന്നെ ഇവിടെ ഉണ്ട്. ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാം. ഞാനിതിൽ കണ്ടതിൽ ഹിമാലയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ഇന്റർനാഷണൽ ബ്രാൻഡ്. അത് യൂണിസെക്സ് ആണോ അതോ? യൂണിസെക്സ് ആണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് സാറിന് എങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ആണ് ഇഷ്ടം? ഞാൻ ആക്ച്വലി കൂടുതലും ചൂസ് ചെയ്യുന്നത് ഫ്രൂട്ടി ഫ്രാഗ്രൻസിനോടാണ് ഇഷ്ടം. അപ്പം ഞാൻ സാറിനോട് കാണിച്ചു. തീർച്ചയായിട്ടും. ഇപ്പൊ സാധാരണ നോർമലി സാർ ഒരു പെർഫ്യൂം വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ 80% ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. സോ ആ സെയിം റീസൺ കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. സാറിന്റെ സ്കിന്നില് അല്ലെങ്കിൽ ഡ്രസ്സില് ഫാബ്രിക്കില് അത് സ്റ്റേ ചെയ്യില്ല. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ആൽക്കഹോൾ ഇല്ലാത്ത ഈ ഒരു ഫ്രാഗ്രൻസ്, ഈ എസെൻഷ്യൽ ഓയിൽ സാർ യൂസ് ചെയ്യുമ്പോൾ ഇത് ഇവാപ്പറേറ്റ് ചെയ്യത്തില്ല. അതുകൂടാതെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് ചെയ്യും. ഡയറക്ട്ലി സാറിന്റെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് ചില പാർട്ടുകളുണ്ട് ബോഡിയിൽ പോലെയുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ മെയിൻ പാർട്സ് ആണ്.
ഇവിടെ ഈ ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രൊജക്ട് പ്രൊജക്ട് ചെയ്യാനോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിന്റെ ഈ ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരാളെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ഭാഗങ്ങൾ. എനിക്ക് വേണ്ടത് ജെൻസിന് അല്ലെങ്കിൽ ലേഡീസ്. സാറിന് യൂണിസെക്സ് ആണോ വേണ്ടത്? അല്ല, മെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 3 ഏതായിരിക്കും പരിചയം? ഞാൻ ആദ്യം സാറിന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗുച്ചിയാണ്. ഗുച്ചി ബ്രാൻഡാണ്. ബട്ട് ഇത് നമ്മളിവിടെ മേക്ക് ചെയ്തിരിക്കുന്നത് ആൽക്കഹോൾ ഇല്ലാതെയാണ്. സാറിന് ഇത് ഒന്ന് നോക്കി. ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആണ് നമ്മുടെ സ്റ്റോറിൽ. നോർമലി ഇത് മിക്സ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. സാധാരണ ഒരു ഗുച്ചി ബ്രാൻഡ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ആൽക്കഹോൾ മിക്സ്ഡ് ആയിട്ടാണ്. അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഓൾ ഓഫ് സഡൻലി നമ്മൾക്ക് ഒരു കൂൾനെസ് ഫീൽ ചെയ്യും. ആഫ്റ്റർ ഓൾ ഓഫ് സഡൻലി അത് ഇവോപ്പറേറ്റ് ചെയ്യും. പക്ഷേ സാറിന് ഇതൊരു ഫീൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? നോർമൽ അല്ലേ? സാറിന് ഫ്രാഗ്രൻസ് എങ്ങനെ തോന്നി? നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യും. ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന എത്ര ഇതാണ് ഇപ്പൊ ഞാൻ സാറിന് അപ്ലൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഫ്രാഗ്രൻസ് ആണ് ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. സെയിം ഇത് തന്നെ വേറൊരാൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ളവർക്ക് ലാസ്റ്റ് ചെയ്യുന്നത് കുറയും. അങ്ങനെയല്ല, ആ സ്കിൻ ടോൺ അനുസരിച്ച് അതിന്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഇനി ഒരു രണ്ടെണ്ണം കൂടി പറഞ്ഞാൽ. ഇനി ഒന്ന് ഞാൻ കാണിക്കാം. ഡിയോർ ക്ലാസിക്. ഡിയോറിന്റെ ഒരു ബ്രാൻഡാണ്. ഇനി ഒരെണ്ണം കൂടി കാണിക്കാം. ഷനൽ കാണിക്കാം. ബ്ലൂ ദി ഷനൽ. ഇപ്പോൾ സാർ ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഈ കയ്യിൽ കാണിക്കാം. സാർ ഇനി ഒരുപാട് സ്മെല്ല് നമ്മളിവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഈ കോഫി ബെൻസ് ഇതൊന്നും എടുക്കുമ്പോൾ സാറിന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഫി ബെൻസ് തരുന്നത്. ഇനി സാറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം സ്മെൽസ്. ഡെയിലി വെയറിന് ഏറ്റവും നല്ലതാണ് ബ്ലൂ ദി ഷനൽ. പക്ഷെ ഇതെല്ലാം തന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും. അപ്പോൾ IRS പെർഫ്യൂം ഫാക്ടറിയിലെ പെർഫ്യൂംസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത് ശർമ്മ ചേച്ചിയാണ്, ഇവിടുത്തെ സീനിയർ സ്റ്റാഫാണ്. താങ്ക് യു സോ മച്ച്. എല്ലാം വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം പോകുന്നതിന് മുമ്പ് ഏതായാലും നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നമ്മൾ ഇതിന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ബ്രാൻഡ് സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ബ്രാൻഡിൻ്റെ വിശേഷവുമായി നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡ്.